ഫ്രാൻസും തമ്മിലുള്ള പ്രതിരോധ വ്യവസായ സഹകരണത്തിന് പുതിയ ഉണർവാകുകയാണ്. പ്രിസിഷൻ എയർ ടു ഗ്രൗണ്ട് ആയുധ നിർമ്മാണം തദ്ദേശീയമായി ഇന്ത്യയിൽ സാധ്യമാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഫ്രാൻസിലെ സാഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസും സംയുക്തമായി ഹൈലി അജൈൽ മോഡുലർ മ്യൂണിഷൻ എക്സ്റ്റൻഡഡ് റേഞ്ച് അഥവാ ഹാമർ സംവിധാനം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള സംയുക്ത സംരംഭ കരാറാണ് ഒപ്പുവെച്ചത്. ഫെബ്രുവരി 11 എയ്റോ ഇന്ത്യയിൽ വെച്ച് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഫ്രാൻസിലെ സാഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസും തമ്മിൽ ഒപ്പുവെക്കപ്പെട്ട ധാരണാപത്രത്തിലെ നിർദ്ദേശങ്ങൾക്കാണ് സംയുക്ത സംഭരണത്തിന്റെ രൂപീകരണം വഴി ഔപചാരിക രൂപം നൽകിയത്. 50-50 ഓഹരി ഘടനയിലുള്ള ഈ സ്വകാര്യ ലിമിറ്റഡ് ജോയിന്റ് വെഞ്ചർ കമ്പനി ഇന്ത്യയിൽ തന്നെ രൂപീകരിക്കാനാണ് തീരുമാനം. ഇന്ത്യൻ വ്യോമസേനയുടെയും നാവികസേനയുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഹാമർ സംവിധാനത്തിന്റെ നിർമ്മാണം, വിതരണം, പരിചരണം എന്നിവയെല്ലാം തദ്ദേശീയമായി ഒരുക്കുക എന്നതാണ് ഈ കരാർ ലക്ഷ്യം വെക്കുന്നത്. ഇതോടെ ഹാമർ സംവിധാനത്തിന്റെ ആഭ്യന്തരവൽക്കരണം 60% വരെ ഉയരുമെന്നാണ് പ്രതീക്ഷ. വിവിധ ഉപഘടകങ്ങൾ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ഭാഗങ്ങൾ തുടങ്ങിയവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനുള്ള ക്രമീകരണമാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഘട്ടം ഘട്ടമായി സാങ്കേതിക കൈമാറ്റം നടപ്പാക്കും. അന്തിമ അസംബ്ലി, പരിശോധന, നിലവാര നിയന്ത്രണം എന്നിവ ഭാരത് ഇലക്ട്രോണിക്സ് നിർവഹിക്കും. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ ഹാമർ ഉപയോഗിച്ചിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഈ ഹാമർ സംവിധാനം എന്ന് നോക്കാം. യുദ്ധപരിചയം നേടിയ പ്രിസിഷൻ ഗൈഡ് എയർ ടു ഗ്രൗണ്ട് ആയുധമാണ് ഹാമർ. ഇത് റഫാൽ യുദ്ധവിമാനത്തിലും സ്വദേശീയ യുദ്ധവിമാനമായ തേജസിലും ഉൾപ്പെടുത്താൻ അനുയോജ്യമാണെന്നാണ് പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. 125 കിലോ, 250 കിലോ, 500 കിലോ, 1000 കിലോ എന്നീ വ്യത്യസ്ത വാർഹെഡ് ഓപ്ഷനുകളും GPS, INS, ഇൻഫ്രാറെഡ്, ലേസർ, ടെർമിനൽ, സീക്കർ എന്നിവയടങ്ങിയ മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ഇതിലുണ്ട്. 70 കിലോമീറ്റർ വരെ ദൂരം ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഇത് സഹായകമാകും. ഇലക്ട്രോണിക് യുദ്ധ മേഖലകളിലോ GPS സിഗ്നൽ നഷ്ടപ്പെട്ട സാഹചര്യത്തിലോ പോലും കൃത്യത നിലനിർത്തുന്ന വിധത്തിലാണ് ഗൈഡൻസ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്ഥിരവും ചലിക്കുന്നതുമായ ലക്ഷ്യങ്ങൾക്കെതിരെ അതിവേഗവും കൃത്യവുമായ ആക്രമണം നടത്താൻ ഈ സംവിധാനം കൊണ്ട് സാധിക്കും എന്നതും ശ്രദ്ധേയമാണ്. പരമ്പരാഗത മിസൈലുകൾക്ക് പകരമായി ബോംബുകൾക്ക് ഗൈഡൻസ് പ്രൊപ്പൽഷൻ കിറ്റ് ഘടിപ്പിക്കുന്നതിലൂടെയാണ് ഹാമർ പ്രവർത്തിക്കുന്നത്. ആവശ്യാനുസരണം വ്യത്യസ്ത പേലോഡുകളും ഗൈഡൻസ് ഓപ്ഷനുകളും ഘടിപ്പിക്കാവുന്ന മോഡുലാർ ഘടനയാണ് ഇതിന്റെ പ്രത്യേകത. മാലി, ലിബിയ, സിറിയ എന്നിവിടങ്ങളിലെ യുദ്ധങ്ങളിൽ ഹാമർ ഉപയോഗിച്ചിട്ടുണ്ട്. നേറ്റോ അംഗരാജ്യങ്ങളിലേറെയും ഇത് വിന്യസിച്ചിട്ടുണ്ട്. 2024 മുതൽ ഫ്രാൻസ് യുക്രൈനിന് 100 കണക്കിന് ഹാമർ കിറ്റുകൾ നൽകിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വിശാലമായ ഇന്ത്യ-ഫ്രാൻസ് പ്രതിരോധ ബന്ധത്തിൽ ഈ കരാർ ഒരു ശക്തമായ മുന്നേറ്റമാണ് സാധ്യമാക്കിയിരിക്കുന്നത്. സാഫ്രാനുമായി ഇന്ത്യ നടത്തുന്ന പ്രതിരോധ സഹകരണത്തിന്റെ തുടർച്ചയാണ് പുതിയ കരാർ. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ചെയർമാനും MDയുമായ മനോജ് ജെയിനും സാഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായ അലക്സാൻഡ്രെ സിംഗ്ലറുമാണ് കരാറിൽ ഒപ്പുവെച്ചത്.